ഹലോ, ഇതാ എവിടാ? മനസ്സിൽ നല്ല സന്തോഷം തോന്നുന്ന ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ടോ? ആ, അനിയത്തി പോയ സങ്കടമല്ലേ? അതില് സങ്കടമൊന്നുമില്ല. ആ, ഇപ്പൊ കുഴപ്പം? പക്ഷെ വരണ്ട കാര്യം ആലോചിക്കുമ്പോ നല്ല സങ്കടമുണ്ട്. എനിക്കെന്താ ഇപ്പൊ കുഴപ്പം? ഞാനെന്താ സുഖമില്ലാതെ കിടക്കുന്നു? അതോ എന്റെ കമ്പനി പൊളിഞ്ഞു പോയോ? അതൊന്നും അല്ല. ഉം. എന്നെ വിവാഹം കഴിച്ചോണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ, അങ്ങനെ വിചാരിച്ചാൽ ഒരുപാടുണ്ട്. നമ്മുടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗം എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ദേവനാരായണൻ തിരുമേനിയുടെ മകൾ രാധികയെ വിവാഹം കഴിച്ചുകൊണ്ട് അത് തരില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ സിംഗപ്പൂരിലെ ഒരു സ്റ്റേറ്റ്, അതും ഈ കാരണം അവർ തരില്ല എന്ന് പറഞ്ഞു. ആ, അങ്ങനെയൊക്കെ നോക്കിയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വരണും കുടുംബവും എത്ര വലിയ രീതിയിൽ ജീവിച്ച ആൾക്കാരാ. എന്റെ കുടുംബം ഉണ്ടാക്കി തന്ന മാനക്കേടല്ലേ ഇപ്പൊ കണിമംഗലത്തിന് മുകളിലുള്ളത്. ആളുകൾ മുഴുവൻ മോശപ്പെട്ട രീതിയിലല്ലേ കണിമംഗലത്തെ കുറിച്ച് പറയുന്നത്. ഓ, അതോ? എടോ, താൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവരെ നന്നായിട്ടായിരിക്കും ചിന്തിക്കുകയെന്ന് നമ്മൾ കരുതും. പക്ഷേ അവരുടെ വീട്ടിലെ ചർച്ച നേരെ മറിച്ചായിരിക്കും. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ പറയുന്നത് ചുറ്റുമുള്ളവർ എന്തു പറയുന്നുവെന്ന് നോക്കേണ്ട കാര്യമില്ല എന്ന്. നമ്മൾ ശരിയാണെങ്കിൽ നമ്മളിതാ ഈ വണ്ടി പോകുന്നത് പോലെ മുന്നോട്ട് പോവാം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്ര ഈസി ആയിട്ട് ഇത് പറയുന്നതെന്നൊക്കെ എനിക്കറിയാം. ആണെന്ന് തന്നെ കൂട്ടിക്കോ. എന്തായാലും നമ്മുടെ ജീവിതത്തില് എന്റെ പ്രോബ്ലം തന്റെ പ്രോബ്ലം എന്ന് ഞാൻ വേർതിരിച്ച് കാണാൻ നിൽക്കാറില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ. അത് നേരിടാൻ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. ഓക്കെ? പിന്നെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും ഇറങ്ങിപ്പോയെന്ന് കരുതി ഒരുപാടൊന്നും സന്തോഷിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഒരു സൂത്രപ്പണി ചെയ്ത് ആ തള്ള വീണ്ടും തിരിച്ചു വരും. അങ്ങനെ വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. ഇത്രയും നാള് നിന്നപ്പോ പ്രിയങ്കയുടെ അവസ്ഥ വെച്ച് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അതെനിക്കുണ്ടാവില്ല.